ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇത് നമ്മുടെ ചാനലിലെ ലാസ്റ്റത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് ഡിസംബർ 25 ഞാൻ രാവിലെ പള്ളിയിലൊക്കെ പോയി. നമ്മുടെ പള്ളിയിൽ ഉണ്ടാക്കിയ പുൽക്കൂടാണ് ഇതെല്ലാവരും കൂടിയിട്ട്. നല്ല രസമുണ്ടായിരുന്നു. കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പുൽക്കൂടായിരുന്നു. പിന്നെ പപ്പയുടെ അടുത്തൊക്കെ പോയി പ്രാർത്ഥിച്ചു. നേരെ ചേച്ചിയുടെ അടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി പോയപ്പോൾ നമുക്കൊരു കേക്കൊക്കെ കിട്ടി പെട്രോൾ പമ്പിൽ നിന്ന്. പിന്നെ പോയത് കൊരട്ടിപ്പള്ളിയിലോട്ടാണ്. കൊരട്ടിപ്പള്ളിയിൽ ഇതേപോലെ പുൽക്കൂടൊക്കെ നല്ല രീതിയിൽ അവിടെയും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുറച്ച് നേരം പോയി നോക്കി. പള്ളിയിൽ കുർബാന കഴിഞ്ഞ് ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്കാണ് വന്നത്. എനിക്ക് പെട്ടെന്ന് പിള്ളേരെയും ചേച്ചിനെയും കാണാൻ തോന്നി. രാവിലെ അവരെ കാണാൻ പോയപ്പോൾ ഞാൻ വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുത്തില്ല കേട്ടോ. അത് കഴിഞ്ഞ് അവരെ കണ്ടിറങ്ങിയതിന് ശേഷമാണ് ഒരു 10-11 മണിയായപ്പോഴാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നത്. പിന്നെ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇറങ്ങിയിട്ട് ഒരു കരിമ്പ് ജ്യൂസും കൂടി കുടിച്ചു. ഭയങ്കര നെട്ടപ്പുറ വെയിലായിരുന്നേ. പിന്നെ വീട്ടിൽ വന്നിട്ട് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് കിടന്നു. ക്രിസ്മസിന് ഈ പറഞ്ഞ പോലെ അവരില്ലാത്തത് കൊണ്ട് വീട്ടിൽ വലിയ വൈബൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ വൈകുന്നേരം അമ്മ വീട്ടിൽ പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആചാശം വന്നതുകൊണ്ട് നമ്മൾ ഫാമിലി എല്ലാവരും കൂടെ ഒന്ന് ജസ്റ്റ് കൂടാമെന്ന് വിചാരിച്ചു. എൻ്റെ അമ്മ വീട്ടിൽ ആരുമില്ല കേട്ടോ. മൂന്ന് വർഷമായിട്ട് അത് അടച്ചിട്ടേക്കുവാണ്. പക്ഷേ അമ്മാമ്മ മരിച്ചിട്ട് 3 വർഷമായി. നമ്മൾ അമ്മാമ്മയുടെ ഒരു ഓർമ്മയ്ക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അമ്മ വീട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ ആ പുൽക്കൂടൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കസിൻസ് എല്ലാവരും വന്നു. ഇത് അമ്മയുടെ അനിയത്തിയും ഫാമിലിയും ദേ വന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് പടക്കമൊക്കെ പൊട്ടിച്ച് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവിടെയൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്തു. അമ്മയുടെ അനിയത്തി വന്നപ്പോൾ വട്ടയപ്പമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ക്രിസ്മസിന് വട്ടയപ്പവും കേക്കും ഒക്കെയാണല്ലോ മെയിൻ, വൈനൊക്കെ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ കുറച്ച് എല്ലാവരും കൂടെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്തു. ആക്ച്വലി നമ്മൾ കസിൻസ് ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇതിനകത്ത് മിസ്സിങ് ആണ് പലരും. എന്നാൽ നമ്മൾ പറ്റുന്ന പോലെയൊക്കെ സെലിബ്രേറ്റ് ചെയ്തു. പിന്നെ അമ്മയ്ക്ക് ഇത് അമ്മയുടെ ചേച്ചിയും അനിയത്തിയാണിത്. അമ്മയ്ക്ക് പിന്നെ 3 ആങ്ങളമാരും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചെറിയൊരു പ്രയറൊക്കെ ചൊല്ലി. ഈ വീട് ഞാൻ പറഞ്ഞില്ലേ ഉപയോഗിക്കാറില്ല, 3 വർഷമായിട്ട് അടച്ചിട്ടേക്കുന്ന വീടാണ്. അപ്പോൾ തലേദിവസം വന്ന് ജസ്റ്റ് ഒന്ന് ക്ലീനൊക്കെ ചെയ്തായിരുന്നു. പിന്നെ നമ്മൾ വാങ്ങിച്ച വെട്ട് കേക്കൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്തു. ഞാൻ വെറുതെ 2 വാങ്ങിച്ചതാട്ടോ, എനിക്ക് കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഇതിനെ വെട്ട് കേക്ക് തന്നെയാണോ പറയാ എനിക്കറിയില്ല. നമ്മളിവിടെ വെട്ട് കേക്കെന്നാണ് ഇതിനെ പറയാറ്. പിന്നെ അടച്ചിട്ട് വീടായിരുന്നതുകൊണ്ട് അവിടെ കുക്കിങ്ങും കാര്യങ്ങളൊന്നും പോസിബിൾ അല്ലാത്തത് കൊണ്ട് നമ്മൾ ഫുഡ് പുറത്തുനിന്ന് വാങ്ങിച്ചു. വേറെ വീട്ടിലൊന്നും കൂടാതെ ഇവിടെ വന്ന് കൂടുന്നത് അമ്മാമ്മയുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്, ഒരു ഫാമിലി ടൈമിന് വേണ്ടിയിട്ട്. ഞങ്ങളുടെ അമ്മാമ്മ ഇതാണ്, അമ്മാമ്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ക്രിസ്മസിന് തന്നെ എല്ലാവരും കൂടി കൂടുന്നത്. അമ്മയുടെ അനിയത്തിയും ഫാമിലിയാണ് ഇതായി ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ട്. അടിപൊളി ബിരിയാണി ആയിരുന്നു, കിഴി ബിരിയാണി ആയിരുന്നു കേട്ടോ. തുറന്നപ്പോൾ തന്നെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു. നല്ല ഒരാൾക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി അല്ല ആക്ച്വലി ഒരു ബിരിയാണിയിൽ ഉണ്ടായിരുന്നത്. ഒരു 2 പേർക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് എല്ലാവരും കൂടി കഴിച്ചു കേട്ടോ. ഇതാണ് എൻ്റെ അമ്മയുടെ അനിയത്തി ഷിജി ആൻറ്റി. സത്യം പറഞ്ഞാൽ അമ്മാമ ഇല്ലാത്ത വീട്ടിലോട്ട് വരുമ്പം ഒരു മിക്സഡ് ഫീലിങ്സ് ആണ്. അതായത് അമ്മാമ ഇല്ലാത്തതിൻ്റെ വിഷമം, മിസ്സിങ് ഒക്കെ ആയിട്ട് ഒരു വല്ലാത്തൊരു ഇമോഷനാണ്. പിന്നെ ഞങ്ങൾ എല്ലാവരോടും അവിടുന്ന് ബൈ ഒക്കെ പറഞ്ഞ് ഇറങ്ങിയത് ചേച്ചിയുടെ അടുത്തേക്കാണ്. അവിടെ ചെന്നിട്ട് കുഞ്ഞുങ്ങളുടെ കൂടെയാണ് കേട്ടോ ഞാൻ അന്നത്തെ ദിവസം താമസിച്ചത്.